നട്ടപ്പാതിരാത്രി കട്ടൻ ചായ കുടിക്കാൻ കട്ടൻ ചായ അല്ല ചായ കുടിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു സ്കിപ്പ് ചെയ്യരുത്. ഒരേ വൈബുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു ലക്ക് തന്നെയല്ലേ. നല്ല അങ്ങനെ ഉറങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഉറങ്ങുന്നില്ല. സമയം 2:45, 2:47 കേട്ടോ. അപ്പോൾ 2:47 അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉച്ചക്കാണെന്ന്. ഉച്ചക്കല്ല, രാത്രി, അതും അർദ്ധരാത്രി. ആരുമില്ലാത്ത, എന്താ പറയുക, ശാന്തമൂഖമായി കിടക്കുന്ന രാത്രി. അപ്പോൾ എൻ്റെ അരുണേട്ടേ എനിക്ക് ചായ മേടിച്ച് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിക്കാൻ പോവാണ്. മുഖം ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു, തുടച്ചില്ല. അതാട്ടോ മുഖത്ത് നന്നായിട്ട് വെള്ളം, ഉറക്കിൻ്റെ ക്ഷീണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മുഖം കഴുകിയതാ. അപ്പോൾ നേരെ ചായപ്പീടിയിലേക്ക് ഒരു കട്ടൻ ചായ നട്ടപ്പാതിരക്ക്, തുറക്കുമോന്ന് പോലും അറിഞ്ഞൂടാ. എന്നിട്ട് പോവുകയാണ്. സമയം ഒരിക്കൽ കൂടി കാണിച്ചു തരാം, 2:43. അപ്പോൾ AM ആണോ PM ആണോ എന്നുള്ള ഇതിൽ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നോ ഇല്ലല്ലോ 15-ാം തീയതി. എങ്ങനെ ഇരുടായിട്ട് നിൽക്കുമോ? അല്ല, ഞാൻ ഫോണിൽ AM PM കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് നേരെ ചായപ്പീടിയിലേക്ക്. കിടന്നാൽ ഞാൻ അവിടെ ഉറങ്ങിപ്പോവും. അപ്പം മുഖമൊക്കെ ഒന്ന് കഴുകി മെല്ലെ ഇറങ്ങിത്താൽ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ചായ വേണം, കിട്ടിയേ പറ്റൂ. അപ്പം ഇങ്ങനെ ചോദിക്കും, വീട്ടിലുണ്ടാക്കി കുടിച്ചാൽ പോരെ? വീട്ടിൽ ചായപ്പൊടി പഞ്ചാര ഇല്ല, അങ്ങനെ കിട്ടിയാൽ മതി. അപ്പേ ഇങ്ങോട്ട് വന്നേക്കാം. അവിടെ മാറ്റാൻ കയറിയിട്ട് കുറേ നേരമായി. ഓനെ കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് പോകുന്നല്ലല്ലോ ലെമ്പോ. പണ്ട് പേടിപ്പിക്കുന്നൊരു സാധനമില്ലേ, നത്ത് കോയിന്ന് പറഞ്ഞിട്ട്, അതുണ്ട്. അപ്പോൾ നെടുളാണ്. അപ്പോൾ ചായ കുടിക്കാൻ പോട്ടെ, ബാക്കി കാറിലെത്തിയിട്ട്. അങ്ങനതേ താക്കോൽ എടുത്തില്ല. അല്ല പോട്ടത്തെ ഞാൻ ചോദിച്ച താക്കോൽ എടുത്തിക്കോന്ന്. ഞാൻ താക്കോൽ എടുത്തില്ല. അത് നല്ല കഥ. ഓനല്ലേ കാർ ഓടിക്കുന്ന ആളല്ലേ ചാവി എടുക്കേണ്ടത്. ഞാൻ ചാവി അവിടെയല്ലേ ഇവിടെ കൊണ്ടുവച്ചേ. 2 ചാവിയുണ്ട്, ഒരു ചാവി എൻ്റേതും ഒരു ചാവി അവൻ്റേതും. എന്നിട്ട് എൻ്റെ ചാവി എടുത്തിട്ടാണ് പോരുന്നത്. എൻ്റെ ചാവിൻ്റെ ഫുള്ള് എൻ്റെ സ്വന്തം തല, എൻ്റെ സ്വന്തം ഫുൾ ഫിഗറുണ്ട്. ഡോർ തുറന്നിട്ടതായും അന്നപ്പേ തോന്നി വല്ല പാമ്പും പൈതാരെയും കയറിക്കടേ. എന്താ നേരത്തെ സാധനം എടുത്തിട്ട് കാറിൻ്റെ ഒരു ഡോറ് തുറന്ന് വെച്ചിട്ട് പോന്നു. വല്ല പാമ്പ് കടിയേറ്റ് ഞാനിങ്ങനെ കയറിപ്പോന്നിറങ്ങി വന്നാരാണ് ജസ്ന സലീമിനെയും അരുണിനെയും പാമ്പ് കടിയേറ്റ് മച്ചായി എന്നുള്ള ന്യൂസ്. ചായ കിട്ടുമോ എന്തോ എന്നറിയില്ല. AC റെഡി ചെയ്ത് കണക്ക്. നീ എവിടെ പോവാ? AC ഇട്ടപ്പാ സമാധാനായത്. എന്തോ എടുക്കാൻ പോയി, എന്തോ
അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സത്യമായിട്ടും പുലർച്ചയാട്ടോ. നട്ടപ്പാതിരാതും പറയാനില്ല, പുലർച്ചയാണ്. അപ്പോൾ ഒരാഗ്രഹം കട്ടൻ ചായ കുടിക്കാൻ. കണ്ണൊന്നും നോക്കണ്ട, ആ ഉറക്കം വന്നിട്ട് ഉറങ്ങാത്തതിൻ്റെ ആ ഒരു നമുക്കതൊന്നും പ്രശ്നമില്ല. ബായ്. ആംബുലൻസ് അലംബുലൻസ് ഗൈസ് മൈ ന്യൂ ഹെയർ സ്റ്റൈൽ സൂപ്പർ അല്ല? ഓക്കെ, ചായപ്പൊടി കിട്ടിയാ പറയാട്ടോ. അങ്ങനെ അയ്യോ പോയി പോണു. ഷോപ്പ് തുറന്നു കേട്ടോ. ചില്ലിക്കൂട്ടിൽ എന്തൊക്കെയോ കടികൾ കിടക്കുന്നുണ്ട്. ചായയിൽ ഊതി ഊതി കുടിക്കണം എന്നാ ഗുപ്തം പറഞ്ഞു. രതീഷ് ചൂടില്ലാത്ത രതീഷ്. പഴംപൊരിക്ക് ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ട് കടലൊക്കെ മിഠായി. അയ്യോ ఎప్పుడు అన్నట మొబైల్ కాయకన్నట ఏం అడిగాం. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാണാം. അടച്ചോ, ഞാൻ അയക്കൂ. ബൈ ബൈ. കുറച്ച് എടുക്കാം. അങ്ങനെ ചായ കുടിച്ചു. ചായക്ക് രതീഷിനെയായിരുന്നു കിട്ടിയത്. ഏതോ കാലത്ത് ചത്ത് കിടക്കുകയെന്ന് തോന്നുന്നു. ഒരനക്കവും ഇല്ല. ഞാൻ കുറേ വിളിച്ചു നോക്കി, എണീക്കിന്ന് പറഞ്ഞു, എണീക്കൂലെന്ന് പറഞ്ഞു. പിന്നെ രണ്ട് മറ്റേ എന്തായാലും മുട്ടായി, കടലൊക്കെ മുട്ടായി വാങ്ങി ഓരോ ജ്യൂസും കുടിച്ചു. പൈസ കുറവാണ് ഓറിയോ ജ്യൂസിന്. അതുകൊണ്ട് പറഞ്ഞ 110. കാരണം ചില സ്ഥലത്ത് അതായത് ഈ സാധനത്തിന് മാത്രം 110-100 റുപ്യ അങ്ങനെ ഉണ്ട് ഓറിയോ. കാരണം ബിസ്ക്കറ്റ് ഇതാക്കി ഷെയ്ക്കാണല്ലോ, ജ്യൂസ് അല്ലല്ലോ. നല്ല ടേസ്റ്റ് ഇല്ലേ? വൃത്തിയുണ്ട് ചേട്ടാ. നല്ല ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ സമയം അതിനകത്ത് 4 മണിയായിട്ടുള്ളൂ, പുലർച്ചയായിട്ടുള്ളൂ. ഇനി പോയി കിടക്കും. 3:30 നമ്മൾ പോകുന്നത്. 2:30 ഞാൻ ഉറങ്ങിയില്ല. ചെറിയ ഉറക്കൊക്കെ പിന്നെ ആർക്കാ വരാതിരിക്കുക അല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ. നാളെ ഞാൻ ബീച്ച് കൊണ്ടുപോകുന്നു, നമുക്ക് കാണാം. അപ്പൊ എല്ലാരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. പോയി കിടന്നുറങ്ങട്ടെ. ടാറ്റാ 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 ടാറ്റ പറഞ്ഞേട്ടാ.